റാജ സിൽക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്യാകുമാരി. ഞങ്ങൾ ഇന്നലെ ഉച്ചയോടടുപ്പിച്ച് ഞങ്ങൾ കന്യാകുമാരിയിലെത്തി. കന്യാകുമാരിയിലെത്തി ഇവിടെ റൂം എടുത്ത് ഞങ്ങളെടുത്ത റൂമാണിത്. ഈ റൂമിൽ 2 കിങ് സൈസ് ബെഡാണ് ഉള്ളത്. അത് മറ്റേ 5 റൂമുകളാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. 5 റൂം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമേട്ടൻ്റെ കസിൻ ബ്രദർ, കസിൻ സിസ്റ്റേഴ്സ്, അവരുടെ ഹസ്ബൻഡ്സ്, മക്കൾ, മൂത്തമ്മ, അങ്ങനെ 25 ആൾക്കാരാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെടുത്ത റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ഫൈൻ ആയിട്ടുള്ള റൂമായിരുന്നു. ഞങ്ങൾക്കൊരു കുറ്റം പറയാനുണ്ടായിരുന്നില്ല ആ റൂമിനെ പറ്റിയിട്ട്. രാവിലെ 5:30 മണിയായി ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഇവിടെ എത്തിയ കാര്യമൊന്നും ഞാനിവിടെ നമ്മൾ 5:35 എത്തിയിട്ടുണ്ട്. പിന്നെ ഇതായത് കൊണ്ട് നമുക്ക് ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് വീട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. സൂര്യൻ ഉദിക്കുന്നെന്ന് കണ്ടപ്പോഴാണ് ഞാൻ വീട്ടിൽ. കാരണം മഴക്കാറുള്ളത് കൊണ്ട് അവിടെ നിന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു വന്ന ആൾക്കാരുടെ തലത്തിലായി സൂര്യൻ ഉദിക്കാൻ വേണ്ടി ലേറ്റ് ആയിട്ടുള്ളത്. വന്ന ആൾക്കാർ തിരിച്ച് പോകുകയും ഞങ്ങളും വിചാരിച്ചെന്ന് ഞങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടെ കാണാൻ പറ്റാതെ തന്നെ വിചാരിച്ചത്. കാരണം ഞങ്ങൾ തലേന്ന് സൺസെറ്റ് കാണാൻ വേണ്ടി പോയി ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം കർമ്മേഘം മൂടിയിട്ട് സൺസെറ്റ് നമ്മൾ കണ്ടിട്ട് നല്ല മഴയുണ്ടായിരുന്നു. അതുമാതിരി തന്നെ ആയിപ്പോയി ഇതെന്നുള്ള ആ ഒരു തിരക്കിലാണ് ഞങ്ങൾ എല്ലാവരും പോയത്. പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോഴുള്ളത് വിവേകാനന്ദ റോക്ക് കാണാനുള്ള ക്യൂവിലാണ്. അപ്പോൾ എൻ്റെ മൈക്ക് ഓഫ് ആയിപ്പോയ കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഓൺ വോയിസ് കൊടുക്കേണ്ടി വന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി പാഞ്ഞും അതിൻ്റെ ചേച്ചി വീഡിയോ എടുക്കുന്നതെന്ന് എന്നെയും കൂടി ഇതിനകത്തൊന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ട് ആ കുട്ടി വന്നത്. പിന്നെ ചെറിയ മോളല്ലേ, അവിടെ മാലയും വളിയൊക്കെ വിൽക്കില്ലെന്ന് ആ കുട്ടീൻ്റെ പണി. ആ കുട്ടീൻ്റെ പേരെന്താ ചിത്രദുർഗ അങ്ങനെ എന്തോന്ന് പറഞ്ഞത്. അപ്പോൾ സന്തോഷമായിക്കോട്ടേന്ന് ചോദിച്ചിട്ടാണ് എടുത്തത്. ആ വീഡിയോ എടുക്കുമ്പോൾ ആ കുട്ടീൻ്റെ സന്തോഷം കണ്ട. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് നിന്ന് ഒരു അമ്മച്ചി വിളിക്കുന്നത്, മോളെ എന്നെയും കൂടി ഒന്ന് ഇതിനകത്ത് ഉൾപ്പെടുത്തുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ആ അമ്മേനെയും കൂടെ സന്തോഷിപ്പിച്ച്. പിന്നെ ഇവിടെയുള്ള ക്യൂ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്യൂ ആയിരുന്നു. നമുക്ക് എന്നു പറയേണ്ടത് ഒരു 4 മണിക്കൂർ 5 മണിക്കൂറോളം നീങ്ങുന്ന വിധത്തിലുള്ള ക്യൂ ആയിരുന്നു ഉണ്ടായത്. അതുപോലെ തന്നെ നല്ല വെയിൽ എന്നെല്ലാം പറഞ്ഞാലല്ലേ ഞങ്ങൾ സഹിക്കാൻ പറ്റാത്തത്ര വെയിലായിരുന്നു ഉണ്ടായത്. പിന്നെ 2 സൈഡും നല്ല ഫുഡിൻ്റെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ടായിരുന്നു. ഫുഡെല്ലാം ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഷോപ്പുകളുണ്ടായിരുന്നു. അതിൻ്റെ മണെല്ലാം ആസ്വദിച്ച് അങ്ങനെ നിന്നത് കൊണ്ട് അങ്ങനെ നേരം പോയത് അറിഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് സൺസ്ക്രീനെല്ലാം വാരി തേച്ചിട്ടാണ് ഞങ്ങൾ ക്യൂവിൽ നിന്നിട്ടുണ്ടായത്. ഈ കാണുന്നതാണ് ക്യൂ കണ്ട അത്രയും വലിയ ക്യൂ ആയിരുന്നു ഉണ്ടായത്. ഇവിടെ വരുന്നതിനെക്കാട്ടിലും മുന്നേ ഞാൻ വിചാരിച്ചതെന്താണെന്ന് വെച്ചാൽ 2 ദിവസം എക്സ്പ്ലോർ ചെയ്താലും തീരാത്ത കാര്യങ്ങൾ കന്യാകുമാരിയിലുണ്ടെന്നാണ്. പക്ഷെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ എനിക്ക് തോന്നുന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കേട്ടറിവ് മാത്രമല്ലേ ഞങ്ങൾക്ക് കന്യാകുമാരിനെ പറ്റിയിട്ടുണ്ടായിട്ടുള്ളൂ. അങ്ങനെ ക്യൂ നീങ്ങി എങ്ങനെയല്ലോ എൻട്രൻസിൻ്റെ അടുത്ത് എത്തി. ഇത് പൂംപുഹാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷിപ്പിംഗ് കോർപ്പറേഷനാണ് ഈ ബോട്ടിംഗ് ഇവിടെ നടത്തുന്നത്. അങ്ങനെ ഈ മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാഴ്ച, ഞങ്ങളെ പെണ്ണുങ്ങളെ കണ്ണ് പെട്ടെന്ന് പോകുന്നൊരു സ്ഥലമാണല്ലോ ഡ്രസ്സിൻ്റെത്. നല്ല അടിപൊളി മുണ്ടും വേഷ്ടിയും സെറ്റ് സാരിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സെല്ലാം സാധാ നോർമലാണെങ്കിലും മുണ്ടും വേഷ്ടിയും വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും 2-3 ബോട്ടിൽ വെള്ളം കരുതിയിട്ടാണ് ഉള്ളിലേക്ക് പോയിട്ടുണ്ടായത്. ഇത് കണ്ടോ ഇതിൻ്റെ സൈഡിൽ ഇവിടെ എല്ലാം ഷെല്ലിനെ കൊണ്ടുള്ള കളിയാണല്ലോ. ഇപ്പം ഡോർ കേട്ടൻ, ഷോക്കേസിൽ വെക്കുന്നത് സ്റ്റാർ ഫിഷ്, വലിയ സ്റ്റാർ ഫിഷ്, അങ്ങനെ പല ഐറ്റംസും ഈ ഷെല്ലിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒടുക്കത്തെ റേറ്റാണ് ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾ ആരും മേടിച്ചില്ല. എനിക്കൊന്ന് ടൂറിസ്റ്റുകൾ കൂടുതലുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ റേറ്റ്. അങ്ങനെ പൊരി വെയിലത്ത് നിന്ന് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഉള്ളിലെത്തി. ഇതിൻ്റെ ഉള്ളിലെത്തിയതിന് ശേഷം നല്ല ഫാസ്റ്റായിട്ട് തന്നെ ചില സമയങ്ങളിൽ ക്യൂ നീങ്ങുന്നുണ്ട്. ചില സമയങ്ങളിൽ മാത്രം കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. പിന്നെ ചുറ്റും മരങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു, നല്ല തണലും ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ക്യൂ എന്ന് വെച്ചാൽ നല്ല സിഗ്സാക്ക് ആയിട്ടാണുള്ളത്. കണ്ടില്ലേ, ഇങ്ങനെ വളഞ്ഞിട്ടാണ് ക്യൂ പോകുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന അന്ന് 2 ബോട്ട് മാത്രമേ സർവീസ് നടത്തുന്നുണ്ടായിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ വേഗം ക്യൂ ചില സമയങ്ങളിൽ നീങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ ബോറടി ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ കൊണ്ടുപോയ വെള്ളം ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ തീർന്നിനി. ഷിനോ ചേട്ടനോട് വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. പക്ഷേങ്കിൽ ഒരു വിധത്തിൽ നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല. കാരണം അത്രയും വലിയ ക്യൂ ആണ്. പുറത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ച് ചിലപ്പോൾ അവരിങ്ങോട്ട് വിട്ടിട്ടില്ലെങ്കിലോ. ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളത്തിൻ്റെ ടാപ്പ് ഉണ്ട്. പക്ഷേങ്കിൽ നമ്മളെ ബോട്ടിൽ നമ്മൾ ഡിസ്പോസ് ചെയ്തത് കൊണ്ട് തന്നെ ഇവിടുന്ന് വെള്ളം എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ നടന്ന് ടിക്കറ്റ് കൊടുക്കുന്നതിൻ്റെ ഉള്ളിൽ കയറി. ടിക്കറ്റ് കൊടുക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഇത്ര ക്യൂ ഉണ്ട്. ഒരാളെ ഉള്ളെന്ന് തോന്നുന്നുണ്ട് ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ആൾക്കാർ എന്തെല്ലോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്.
ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ അവർ വെള്ളത്തിൻ്റെ ഒരു സംവിധാനം ആക്കിയിട്ടില്ല. ഒന്നുകിൽ പുറത്തുനിന്ന് വെള്ളം എടുക്കണം, അല്ലെങ്കിൽ വിവേകാനന്ദ റോക്കിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടുള്ളൂ. എത്ര ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് ഇവിടെ. ഇതിനൊരു പരിഹാരം കാണേണ്ടതാണ് അവർ. ഇവിടെ വെച്ചാൽ അത്ര ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. ഇന്ത്യയിലുള്ള മിക്ക സ്ഥലങ്ങളിൽ ആൾക്കാർ ഇവിടെ ടൂറിസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളത്തിനൊരു സൗകര്യം ഇല്ല എന്നുള്ളതൊരു വല്ലാത്ത അപാകത തന്നെയാണ്. അതിൻ്റെ ഒരു പരിഹാരം അവർക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ബോട്ടിൻ്റെ അടുത്ത് ബോട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല, ബോട്ടിൻ്റെ അടുത്ത് എത്താൻ വേണ്ടി പോകുന്നത്. ബോട്ടിൻ്റെ അടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്യൂ ആയിട്ട് തന്നെ ആൾക്കാരെ അവർ നിർത്തിയിട്ടുള്ളത്. ആണുങ്ങൾക്ക് വേറെ ക്യൂ, അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് വേറെ ക്യൂ. ഇവിടെ ഇങ്ങനെ പന്തലും മാതിരി കെട്ടിയത് കൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. വെയിലിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും കൂടെ ബോട്ടിൻ്റെ അകത്ത് കയറി. ആണുങ്ങൾ ഫ്രണ്ടിലേ കൂടി പെണ്ണുങ്ങൾ ബാക്കിലേ കൂടിയാണ് കയറുന്നത്. ലൈഫ് ജാക്കറ്റിൽ എടുത്തിട്ടാണ് എല്ലാവരും കയറുന്നത്. ജാക്കറ്റ് ഇടാതെ ആൾക്കാരുണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ മനസ്സിന് സന്തോഷമുണ്ട്, അതുമായി തന്നെ വളരെ ടെൻഷനും കൂടിയാണ് ഞാൻ ഇരുന്നത്. കാരണം ഇവർ ഈ വിവേകാനന്ദ റോക്കിലേക്ക് എന്ന് ബോട്ട് സർവീസ് തുടങ്ങിയോ അന്ന് മുതലേ ഉള്ള ബോട്ടാന്ന് തോന്നുന്നുണ്ട് ഇത്. കാരണം ഫുൾ തുരുമ്പ് പിടിച്ചിട്ട് എല്ലായിടത്തും തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. എത്ര ആൾക്കാർ ഈ ബോട്ടിൻ്റെ അകത്ത് കയറിയിട്ട് ഈ വിവേകാനന്ദ റോക്ക് കാണാൻ വേണ്ടി കയറുന്നുണ്ട്. ശരിക്കും വെച്ചാൽ അതിനനുസരിച്ചുള്ള വരുമാനം ഇവർക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇവർക്ക് അതിനനുസരിച്ചിട്ട് അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അവരതൊന്നും ചെയ്തിട്ടില്ല. തൽക്കാലത്തേക്കുള്ള കാര്യങ്ങൾ മാത്രമല്ല എല്ലാവരും നോക്കുന്നുള്ളൂ. ഈ കടലിൽ കാണുന്ന ആ ഒരു സ്റ്റാച്യു ഉണ്ടല്ലോ, അത് തിരുവള്ളൂരിൻ്റെ സ്റ്റാച്യു ആണ്. തിരുവള്ളൂർ എന്ന് പറയുന്നത് തമിഴിലെ പ്രസിദ്ധമായൊരു പോയറ്റാണ്. ഈ ഒരു സ്റ്റാച്യുവിൻ്റെ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 133 അടിയാണ്, അതായത് 41 മീറ്ററാണ് ഉയരമുള്ളത്. അപ്പോൾ ഇതിന് ഇത്രയും ഉയരം വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തിരുക്കുറയിൽ എന്ന് പറഞ്ഞിട്ട് തമിഴിൽ പ്രസിദ്ധമായൊരു കൃതി രചിച്ചിട്ടുണ്ടായിരുന്നു. അതിന് 133 അധ്യായങ്ങളാണുള്ളത്. ആ 133 അധ്യായം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സ്റ്റാച്യുവിന് ഈ 133 അടി ഉയരം ഉണ്ടാക്കിയത്. ഈ സ്റ്റാച്യു നമ്മൾ അടുത്ത് പോയി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ 3 വിരലും മേലോട്ട് ഉയർത്തി നിൽക്കുന്ന നിലയിലാണ് കാണുന്നത്. അതെന്തിനെല്ലാമാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുണ്യം, സമ്പത്ത്, സ്നേഹം ഇതിനെല്ലാം അർത്ഥാക്കുന്നതെന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ അവിടത്തേക്ക് ബോട്ട് സർവീസില്ല. മുന്നെല്ലാം ബോട്ട് സർവീസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ അവിടെ എന്തെല്ലാം മെയിൻ്റെനൻസ് നടക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മേലോട്ടേക്ക് കയറുന്നതാണ്. മേലോട്ട് കയറുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 രൂപേൻ്റെ വേറെയും ടിക്കറ്റ് എടുക്കണം. നമ്മൾ 50 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തത് ഈ ബോട്ട് സർവീസിന് വേണ്ടിയിട്ട് മാത്രമാണ്. അവിടെ നിന്ന് മേലോട്ട് ഇനി കയറണം എന്നുണ്ടെങ്കിൽ 20 രൂപേൻ്റെ ടിക്കറ്റ് എടുക്കണം. എന്നാലും മാത്രമേ ഞങ്ങൾക്ക് മേലെ കയറാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റിൽ എടുത്തിട്ട് മേലോട്ട് കയറാൻ വേണ്ടി പോകുന്നതാണ്. എൻ്റെ മോള് മൈക്ക് ഓഫായത് അറിയാണ്ട് എന്തെല്ലോ വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. അവളെന്താ പറഞ്ഞതൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഈ സൈഡിൽ കാണുന്ന ഈ കെട്ടിയ സ്ഥലം കണ്ട്, ഈ കെട്ടിയ സ്ഥലത്തൊട്ട് ഞാൻ താഴോട്ട് ബോട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ബോട്ടിലേക്ക് പോകേണ്ട വഴിയാണ് ഈ കാണുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് മേലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ ചെരുപ്പെല്ലാം കഴിച്ചിട്ടുണ്ട്. ചെരുപ്പ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് മേലെ കയറാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ചെരുപ്പ് ആരും അടിച്ചു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു ചെടിച്ചട്ടിനുള്ളിൽ വെച്ചിട്ടാണ് ഉള്ളത്. കാരണം നമ്മൾ ആ ചെരുപ്പ് തിരിച്ചു വരുമ്പം മിക്കവാറും നമ്മുടെ ചെരുപ്പ് ഉണ്ടാവില്ല. അതും പ്രതീക്ഷിച്ച് തന്നെയാണ് ആ ചെടിച്ചട്ടിനുള്ളിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ നേർക്ക് നടന്നു പോകുന്നത്. നിലത്ത് കാല് വെക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടാണ്. കാല് പതച്ചിട്ട് നമ്മളെ കാലിൻ്റെ ഇടയിലുള്ള കുമള വന്ന വിധത്തിലുള്ള വെയിലാണ് നിലത്ത്. പക്ഷേങ്കിൽ ഈ വെള്ള ലൈൻ കണ്ട, ഈ വെള്ള ലൈനിലേക്ക് കൂടി നടക്കുന്നതാണെങ്കിൽ നമ്മളെ കാലിനൊന്നും പ്രശ്നമില്ല കേട്ടോ. നല്ല തണുപ്പുണ്ട് ഈ വെള്ള ലൈനിൽ. അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇങ്ങനെ ഫുൾ സ്ഥലത്ത് വെള്ള ലൈന് വരുന്നത്. നമ്മൾ ബോട്ട് കയറാൻ വേണ്ടി നിന്ന ആ ഒരു സ്ഥലമില്ലേ, അവിടെ നിന്ന് ഈ വിവേകാനന്ദ പാറ നോക്കിയെങ്കിലേ വളരെ ചെറിയൊരു സ്ഥലമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിവിശാലമാണ്. കാരണം ഇതൊരു 6 ഏക്കർ സ്ഥലത്താണ് പോലെ ഈ ഒരു പാറ സ്ഥിതി ചെയ്യുന്നത്. ഇത് മൊത്തത്തിൽ 6 ഏക്കർ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ദാഹിച്ചിട്ട് ഞാനെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലം കണ്ട്, എല്ലാവരും വെള്ളം കുടിക്കുന്ന സ്ഥലം. ഞാനും അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഒരാൾ വായി വെച്ച് കുടിച്ചിട്ട് ആ വായി വെച്ച് കുടിച്ചതിന് ശേഷം ആ ഗ്ലാസ് നമ്മൾ തുപ്പുന്ന ആ ഒരു സ്ഥലമുണ്ട് അവിടെ അങ്ങ് ഇട്ടേച്ച്. പിന്നെ വെള്ളവും വേണ്ട ഒന്നും വേണ്ട, ദാഹമെല്ലാം എങ്ങോട്ടോ പോയി. പിന്നെ അവിടുന്ന് വെള്ളം കുടിക്കാൻ നിന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇത്രയും ഹൈറ്റിൽ കയറിയിട്ട് വിവേകാനന്ദ മണ്ഡപത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾ പഴനിയിലെല്ലാം കയറുന്ന മാതിരി തന്നെ, പക്ഷേങ്കിൽ സ്റ്റെപ്പ് ഇല്ലാണ്ട് സ്ലോപ്പായിട്ട് ഇങ്ങനെ കയറണമെന്നേ ഉള്ളൂ. ഈ ഒരു കടലിൽ നീന്തി കടന്നിട്ടാണ് വിവേകാനന്ദ സ്വാമി ഈ പാറയിലെത്തുന്നത്. അതായത് 1892 ഡിസംബർ 24 അദ്ദേഹം ഈ പാറയിലെത്തുന്നത്. 25, 26, 27 തീയതികളിൽ അദ്ദേഹം ഇവിടെ ധ്യാനത്തിന് ഇരുന്നെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിൻ്റെ അകത്ത് ഒരു ലൈബ്രറി ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ബുക്ക്, വിവേകാനന്ദൻ്റെ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം. അതുമായി തന്നെ ഒരു മെഡിറ്റേഷൻ ഹാളും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പം ഇതുമാതിരി സൺറൈസ് കലണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണുന്നുണ്ട്.
അത് ഉത്തരായണം എഴുതിയിട്ട് ഒരു ഭാഗത്തോട്ട് ഏറെ വിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ആ ദിക്കുന്നാന്ന് ഉദിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കലണ്ടറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി എനിക്ക് ശരിക്കും അറിയില്ല. ഇതിനെ പറ്റിയിട്ട് ശരിക്കും ആരാ അറിയുന്നതെന്ന് വെച്ചാൽ അവരൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഇതിൻ്റെ മേലെ നിന്നിട്ട് നമ്മൾ ഈ ചുറ്റുകൂടും നോക്കുകയെങ്കിലില്ലേ ഒരു വേറെ തന്നെ വൈബായിട്ട് അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. കന്യാകുമാരിയിൽ വരാൻ ആർക്കെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെങ്കിൽ ആരും അത് മിസ്സാക്കരുതെന്നാണ് പറയുന്നത്. കാരണം എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് കന്യാകുമാരി കാണണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇപ്പോഴാണ് അതിനൊരു സാഹചര്യം വന്നത് തന്നെ. ഇനി നമ്മളെല്ലാവരും മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോകുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊന്നും ഇനി എന്താണെന്ന് അറിയില്ല. അത് കണ്ടു കഴിഞ്ഞിട്ട് പുറത്ത് വന്നതിന് ശേഷം അതിൻ്റെ അകത്തുള്ള വിശേഷങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ മണ്ഡപത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് അതിനകത്ത് എന്നാൽ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേകാനന്ദ സ്വാമീൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. ശരിക്കും ജീവനുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു പ്രതിമയും അതുമായി തന്നെ വിവേകാനന്ദ സ്വാമീൻ്റെ ഗുരു ഉണ്ടല്ലോ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പത്നി ശാരദാദേവീൻ്റെ ഒരു ചെറിയൊരു മണ്ഡപം കൂടെ അതിൻ്റെ ഉള്ളിലുണ്ട്. വേറെ ഒന്നും അതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടില്ല കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഈ ശ്രീപാദ മണ്ഡപത്തിൻ്റെ അകത്ത് വന്നിട്ട് കുറേ നേരം ഇരുന്നു. കുറേ നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ കൊണ്ട വെയിൽ ഈ ഒരു സ്ഥലത്ത് ഇരുന്നപ്പോൾ നമ്മൾ ഭയങ്കര റിലാക്സ് ആയിരുന്നു, എല്ലാം റിലാക്സ് ആയിരുന്നു. ഈ കാണുന്നതാണ് ശ്രീപാദ മണ്ഡപം. ശ്രീപാദ മണ്ഡപം എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്യകയായ കുമാരി ശ്രീപാർവതി ശിവനുള്ള ആരാധനയിൽ ശിവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്കാലിൽ തപസ് ചെയ്തത് ഈ ഒരു പാറയിൽ വന്നിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ദേവീൻ്റെ ആ ഒരു കാലിൻ്റെ പാദമുദ്ര ഇപ്പോഴും അവിടെയുണ്ട്. അത് ആൾക്കാർ പൂജിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കന്യകയായ കുമാരി ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് കന്യാകുമാരി എന്നുള്ള പേര് വന്നതെന്നാണ് പറയുന്നത്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കുറേ ഡാൻസ് കളിച്ചു. അതുപോലെ തന്നെ കുറേ നേരം പാട്ട് പാടി. ആ ഒരു സമയം ഞങ്ങൾക്ക് ആർക്കും മടിയോ ഒന്നും ഉണ്ടായില്ല. കാരണം ഞങ്ങൾ വന്നത് ഇത്രയും ദൂരത്ത് ഞങ്ങൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് വന്നത് ഞങ്ങൾക്ക് മാക്സിമം കുടുംബങ്ങൾ കൂടിയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ എല്ലാവരുമായിട്ട് ഒത്തുകൂടി നിൽക്കുന്ന ഒരു അപൂർവമായിട്ടുള്ള സമയങ്ങളിൽ മാത്രമല്ലേ. അപ്പോൾ ആ ഒരു ഒത്തുകൂടലിന് ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ കാണാൻ വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി മന്ദിരമുണ്ട്. അതുമായി തന്നെ ഒരു ഫോട്ടോ ഉണ്ട്. അതുപോലെ ഒരു ക്ഷേത്രമുണ്ട്. വേറെ ഒന്നും ഇവിടെ എനിക്ക് കാണാനില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഞങ്ങൾ അതൊന്നും എനിക്ക് കാണാൻ നിൽക്കുന്നില്ല. ഞങ്ങൾ തിരിച്ചിട്ട് തിരുവനന്തപുരത്തോട്ട് പോകുന്നതാണ്. ഷിനോജേട്ടൻ്റെ ഫാമിലിയിൽ ഇന്ന് നാട്ടിലോട്ട് വിടും. ഞാൻ ഷിനോജേട്ടൻ്റെ മോളോ ഇന്നും നാളെയും കൂടെ പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇനി ദൈവം സഹായിച്ചിട്ട് ദേവി സഹായിച്ചിട്ട് ഇനിയും ഒരു പ്രാവശ്യം കൂടെ ഇവിടെ വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ആഗ്രഹമുണ്ട്, ഇനി ഇവിടെ വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. ദേവി കഴിഞ്ഞാൽ ഇനി ഇവിടെ വീണ്ടും ഞങ്ങൾക്ക് ഇവിടെ വരാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം.